ട്രംപിനിപ്പോൾ പാളയത്തിൽ തന്നെ പടയാണ്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ നാവികസേനയുടെ മേധാവി ജോൺ ഫീല് രാജിവെച്ചിരിക്കുകയാണ്. ട്രംപുമായിട്ടുള്ള ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള രൂക്ഷമായ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളുമാണ് ഈ രാജിക്ക് കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണേ സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഫ്രിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയേക്കുന്ന അമേരിക്കയുടെ ഒരു സേനാ വിഭാഗം എന്ന് പറയുന്നത് അമേരിക്കൻ നേവിയാണ്. അതായത് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇവർ ഒരു ബ്ലോക്കേഡ് തീർത്തിരിക്കുകയാണ്. അതായത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഇവരൊരു ബ്ലോക്കേഡ് തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അതിലേറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തേക്കുന്നതും അമേരിക്കൻ നേവിയാണ്. അതായത് USS ജോർജ് W ബുഷ് വരെ പോലെയുള്ള കപ്പലുകൾ വരെ ഈ പറയുന്ന ഹോർമൂസിന്റെ തീരത്തേക്ക് അല്ലെങ്കിൽ ഹോർമൂസിലോട്ട് വിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ തന്നെ ഉന്നത മേധാവി, അതിൻ്റെ തന്നെ സൈനിക മേധാവി രാജിവെച്ചിരിക്കുന്നതെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് സത്യത്തിൽ ട്രംപിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ് ട്രംപിന്റെ അണ്ണൻ അല്ലെങ്കിൽ ട്രംപിന്റെ ഉറ്റ ചങ്ക് നെതന്യാഹുവിൻ്റെയും കൂടെ തലയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ മാത്രം നമുക്ക് പറയാം. ഇതിന് അമേരിക്കയിലുള്ള ഏതെങ്കിലും സൈനിക മേധാവികളുടെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക ട്രംപിന്റെ തന്നെ കൂടെയുള്ള എന്താ പറയുക വൈസ് പ്രസിഡന്റിന്റെയോ ഒന്നും JD വാൻസിന്റെയോ ഒന്നും തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നെതന്യാഹുവും ടീമും ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ കൊണ്ട് വന്നിട്ട് ട്രംപണ്ണ ഇത് നല്ലൊരു ഐഡിയ ആണ്, നല്ല സൂപ്പർ ഐഡിയ ആണ്, ഇത് നിങ്ങൾ എടുത്തോ, ഇത് നമുക്ക് അടിപൊളിയായിട്ട് നടപ്പിലാക്കാം, ഇറാനൊക്കെ നമുക്ക് മറിച്ചിടാന്നേ, നമുക്ക് അവിടുത്തെ ഓയിലൊക്കെ നമുക്കങ്ങ് കൺട്രോൾ ചെയ്യാം, ഒരു 4 ബോംബ് ഒരു 4 താട് ഇത്ര യൂസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഓക്കെ വെരി ഗുഡ് ഐഡിയ, നമുക്കൊരു സൂപ്പർ ഡീലാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചാണ് ഇതിലേക്ക്. പക്ഷേ സംഗതികൾ കൈവിട്ടു പോയി. പക്ഷേ അന്നും തന്നെ കൂടെയുള്ള വിവരമുള്ളവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതെന്ന് പറയുന്നത് നമ്മുടെ അലൈസിനെ വരെ പ്രശ്നമാക്കുന്ന, നമ്മുടെ അലൈസിന് വരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാറിലോട്ട് ഇത് പോവും. ഹോർമൂസ് എന്ന് പറയുന്ന വെറും 33 കിലോമീറ്റർ വീതിയുള്ള ആ ഒരു കടലിടുക്കിനെ ഒന്നും നമുക്ക് അങ്ങനെ അങ്ങ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇവന്മാർക്ക് ഇറാന് കുറേ ഗുഹകളും അതിനകത്ത് കുറേ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഇങ്ങനത്തെ കുറേ സംഗതികളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ കടലിടുക്കിൽ ഏറ്റവും കൂടുതൽ മെന്യൂവറബിൾ ആയിട്ടുള്ള ഈ പറയുന്ന സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇറാൻ ആക്രമണം നടത്തുന്നത്. അവിടേക്ക് ഈ പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ള എന്താ പറയുക ഡിസ്ട്രോയേഴ്സിനെയും കൂടെ കയറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല അടി അരന്ന് വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഈ പറയുന്ന ജോൺ ഫീലും പോയി രാജിവെച്ചേക്കുന്നത് എന്നുള്ളതാണ്. കുറേ കാരണങ്ങളുണ്ട്. ഇത് ഈ പറയുന്ന നാവികർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കാര്യം, അതായത് അവർക്ക് റേഷൻ ഏർപ്പെടുത്തിയിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം അത് മാത്രമല്ലാണ്ട് വേറൊരു റിപ്പോർട്ടും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ കോട്ട തകരുന്നു, ട്രംപിന്റെ യുദ്ധക്കൊതിയിൽ ആയുധങ്ങളില്ലാതെ പെന്റഗൺ വലയുന്നു, ഇതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു റിപ്പോർട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലായ പല മിസൈലുകളും പകുതിയോളം ഉപയോഗിച്ചു കഴിഞ്ഞതായാണ് വിവരം. പാട്രിയറ്റ് എയർ ഡിഫൻസ് എന്നറിയപ്പെടുന്ന ഇന്റർസെപ്റ്ററുകളിൽ പകുതിയോളം ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞു. താഴെ ഇന്റർസെപ്റ്ററുകളിൽ പകുതിയിലധികം ഉപയോഗിച്ചു കഴിഞ്ഞു. പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളുടെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 45% കുറവ് രേഖപ്പെടുത്തി. ടോം ഹോക്ക് മിസൈലുകളിൽ ഇതിനകം 30% ചെലവഴിച്ചു. അതേപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈലുകൾ 20%-ലേറെയും പ്രയോഗിച്ചു. കൂടാതെ SM-3 SM-5 മിസൈലുകളും വൻതോതിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാന്റെ ഈ B-2B ബോംബർ വിമാനങ്ങളൊക്കെ ചെന്നിട്ട് ബോംബിടുന്നതും അതേപോലെ തന്നെ ഇവരുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അടക്കം നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിസിഷൻ സ്ട്രൈക്കിൽ അമേരിക്കയോളം കപ്പാസിറ്റി ഇറാൻ ഇല്ല, അത്രയും പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രിസിഷൻ സ്ട്രൈക്കിലാണ് ഇവർക്കൊരു അബദ്ധവും കൂടെ പറ്റിയത്. അബദ്ധം പറ്റിയതാണെന്നൊന്നും അറിയത്തില്ല. സ്കൂളിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ട് ഒരു 150 കുട്ടികളെ കൊല്ലം കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ തിരിച്ചടിക്കുന്നത്, ഇറാൻ ഏകദേശം ഈ പറയുന്ന 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ ഒക്കെ പ്രൈസ് വരുന്ന ഇറാൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ്. ഏകദേശം 2-3 ലിറ്റർ എന്താ പറയുക ഇന്ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോകാൻ പറ്റുന്ന 4 സിലിണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും തിരിച്ചടി ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ
ഇറാൻ തിരിച്ചും ആർട്ടിലറികൾ ഉപയോഗിച്ചിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജി അല്ല അവിടെ യൂസ് ചെയ്തേക്കുന്നത്. സാമ്പത്തികമായിട്ട് ശത്രുവിനെ തളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇറാൻ അവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളതാണ്. ആ സാമ്പത്തികമായിട്ട് തളർത്തുന്ന ഒരു നിലപാട് ഇറാൻ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇവർ ആക്റ്റീവായിട്ടുള്ള അറ്റാക്കിലോട്ട് പോവാത്തതും. അതായത് പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളിലേക്ക് ഇവർ അറ്റാക്ക് നടത്തുന്ന സമയത്ത്, ഇറാൻ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കുന്നത്, ഇവരൊരു 80% ഉപയോഗിച്ചേക്കുന്നത് ഇറാൻ്റെ ഡ്രോണുകളാണ്. ഈ പറയുന്ന ബഹ്റൈനിലും അതേപോലെ തന്നെ സൗദിയിലും UAE-ലൊക്കെ ഉള്ള US-ന്റെ മിലിറ്ററി ബേസുകളിലേക്ക്. എന്നാൽ ഈ പറയുന്ന ചെറിയ ഡ്രോണുകളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന താഡ് പോലെയുള്ള സിസ്റ്റങ്ങളാണ്. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവര് എന്താ പറയാ, ചവറ് പോലെ ഈ പറയുന്ന ഡ്രോണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഡ്രോണുകൾ ഇവർ തോന്നും പോലെ വിട്ടുകൊണ്ടിരിക്കുക. ഈ വരുന്ന ഓരോ ഡ്രോണിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം ആണ് ഈ അമേരിക്ക യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഇവർക്ക് ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അതേപോലെ തന്നെ ഇവരുടെ ആയുധശേഷിയിൽ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അതിനെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 5 വർഷത്തോളം എടുക്കുമെന്ന് പറയും. ഇത് പ്രൊഡക്ഷൻ നടന്ന് അതിൻ്റെ ക്വാളിറ്റി ചെക്കെല്ലാം നോക്കിയിട്ട് വേണമല്ലോ ഇത് മിലിറ്ററിയിലൊക്കെ എടുക്കാൻ. അങ്ങനെ മറ്റേ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു, നേരെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നു, ആ പണിയൊന്നും അല്ലല്ലോ ഈ പറയുന്ന ആർട്ടിലറീസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വെപ്പൺസിൻ്റെ കാര്യത്തിൽ ഉള്ളത്. അത് വേറൊരു കൈൻഡ് ഓഫ് ക്വാളിറ്റി ചെക്കും പരിപാടികളൊക്കെ കടന്നിട്ട് വേണം മിലിറ്ററിയിലോട്ട് അത് എത്താൻ എന്നുള്ളതാണ്. അപ്പം സാമ്പത്തികമായിട്ട് തന്നെ തളരുന്ന രീതിയിലോട്ട് മാറുക. അപ്പം ഈ 30% കുറവ് വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ പറയുന്ന ബ്ലോക്കേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ നിരത്തിയിട്ടിരിക്കുന്ന ഈ പറയുന്ന എന്താ പറയുക ഡിസ്ട്രോയേഴ്സിലൊക്കെ ഈ പറയുന്ന ആയുധങ്ങളുടെ ഒരു കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം പ്രഷർ ഈ പറയുന്ന നാവികർ അല്ലെങ്കിൽ അതിലകത്തുള്ള പട്ടാളക്കാർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയിലാണ് ഈ പറയുന്ന ജോൺ ഫീൽ രാജിവെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മാഡ്നസ് ഉള്ള ലുണാറ്റിക് ആയിട്ടുള്ള ഒരു വിവേകം വെച്ച് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം മാത്രമായിരിക്കത്തില്ല, ലോകത്തിലുള്ള മൊത്തം രാജ്യങ്ങളും ഇത് അനുഭവിക്കാൻ പോവുകയാണെന്നുള്ളതാണ് പറയാനുള്ളത്.